കാലവർഷം പോലും ഇവിടെ തെറ്റി പെയ്യുന്നതിന്റെ കാരണം ദുഷ്ടന്മാർ ഭരിക്കുന്നിടത്ത് കാലവർഷം പോലും തെറ്റും എന്ന് പണ്ട് പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇപ്പൊ കേരളത്തിന്റെ അവസ്ഥ. അതാണ് വെയിൽ വേണ്ട സമയത്ത് മഴയും, മഴയുടെ സമയത്ത് വെയിലും. കാരണം പ്രകൃതി പോലും പിണറായി സർക്കാരിന്റെ ഭരണത്തിൽ ക്ഷോഭിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമാണ്. അതുപോലെ നിങ്ങളുടെ കുപ്പിക്ക് ഇനി ടോൾ വിരിക്കുന്ന ഏർപ്പാട് അതും നടക്കില്ല. ഇവിടെ കിഫ്ബിയുടെ ടോൾ ബൂത്തുകൾ തുടങ്ങിയാൽ അത് ഞങ്ങൾ അടിച്ചു പൊളിക്കും. വളരെ ഉത്തരവാദിത്തത്തോടെ തന്നെയാണ് പറയുന്നത്. ജനവികാരം മനസ്സിലാവാതെ നിങ്ങൾ പ്രവർത്തിച്ചാൽ അതിന്റെ റിയാക്ഷൻ ഉണ്ടാവും. ഇത്രയും കാലം ഞങ്ങൾ വെജിറ്റേറിയൻ സമരമാണ് നടത്തിയതെങ്കിൽ മുഖ്യമന്ത്രിയോട് വിരൽ ചൂണ്ടി പറയുന്നു, ബ്രൂവറിയുടെ കാര്യത്തിലും അതുപോലെ തന്നെ ടോളിന്റെ വിഷയത്തിലും ഞങ്ങൾ വേണ്ടി വന്നാൽ നോൺ വെജിറ്റേറിയൻ സമരത്തിലേക്ക് പോകും എന്ന് മുഖ്യമന്ത്രിയോട് പറയാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. ഏതായാലും ഇനി 1.25 കൊല്ലാണ് ബാക്കിയുള്ളത്. ഏതായാലും ഇന്നലെ ബഡ്ജറ്റിൽ ഒരു കാര്യം വ്യക്തമായി, ഇനി അധികാരത്തിലേക്ക് ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ബഡ്ജറ്റാണ് ഇന്നലെ അവതരിപ്പിച്ചത്. ഞാൻ ചോദിക്കട്ടെ, എന്താ ക്ഷേമ പെൻഷൻ ഒരു കാശ് കൂട്ടാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? ഉദ്യോഗസ്ഥന്മാര് പറയുന്നത് ശമ്പള വർധനവ് കമ്മീഷൻ വയ്ക്കാൻ തീരുമാനിച്ചോ? ശമ്പള വർധനവുണ്ടോ? എന്തിനധികം പറയുന്നു വയനാട് പാക്കേജ് എന്തായി? നിങ്ങളുടെ 750 കോടി കൊണ്ട് നിങ്ങളുടെ ഒരു സ്കീമും അവിടെ നടപ്പാക്കാൻ കഴിയുമോ? നിങ്ങൾ പറയുന്ന സ്കീമുകളൊക്കെ എവിടെ പോയി? ഈ 750 കോടി കൊണ്ട് വയനാട്ടിൽ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? നിങ്ങൾ ആ വയനാട്ടിലെ ജനങ്ങളോട് നീതി കാണിക്കാൻ ഈ ബഡ്ജറ്റിൽ കഴിഞ്ഞിട്ടുണ്ടോ? മാത്രമല്ല ഇപ്പോ ലൈഫില് 1100 കോടി നിങ്ങൾ മാറ്റിവെച്ചു. കഴിഞ്ഞ ബഡ്ജറ്റിലെ 700 കോടിയിൽ നിങ്ങളാകെ 25% മാത്രമാണ് ചെലവഴിച്ചത്. ഇത്തവണ എമൗണ്ട് കൂട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പല സാമ്പത്തിക വിദഗ്ധരും പറഞ്ഞ എന്താ അറിയോ, പ്രഖ്യാപനങ്ങൾ എന്തുമാത്രം ഇംപ്ലിമെന്റ് ചെയ്യുന്നു അതാണ് ഇവിടെ പരിശോധിക്കേണ്ടത്. കഴിഞ്ഞ വർഷം അവതരിപ്പിച്ച ബഡ്ജറ്റിലെ പലതും തുടങ്ങാൻ കഴിഞ്ഞില്ല. തുടങ്ങിയത് തന്നെ 25% പോലും ഇംപ്ലിമെന്റ് ചെയ്യാനും കഴിഞ്ഞില്ല. കാരണം പണമില്ല. എന്തുകൊണ്ടാ പണമില്ലാതെ ദൂർത്തടിച്ചുകൊണ്ട്? ഞാൻ ചോദിക്കട്ടെ, തെലങ്കാനയ്ക്കും തമിഴ്നാടിനും ബംഗാളിനും അതുപോലെ തെലങ്കാനയ്ക്കൊന്നും കേന്ദ്രം കാശ് കൊടുക്കുന്നില്ല. കർണാടകത്തിനും കൊടുക്കേണ്ട വീതം കൊടുക്കുന്നില്ല. പക്ഷെ അവിടെയൊക്കെ വികസനമില്ലേ? കർണാടകത്തിൽ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്രയാണ്. ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ ക്ലിഫ് ഹൗസിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന് മാത്രം. ആ ക്ലിഫ് ഹൗസിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ 42 ലക്ഷത്തിന്റെ തൊഴുത്ത് പണിയുന്നു. ക്ലിഫ് ഹൗസിൽ നിങ്ങൾ ലിഫ്റ്റ് വയ്ക്കുന്നു. ഇങ്ങനെയുള്ള ദൂർത്തുകൾ ക്ലിഫ് ഹൗസിൽ മാത്രം എത്ര കോടി നിങ്ങൾ ചെലവഴിച്ചു? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ 2 കോടി ചെലവഴിച്ചുകൊണ്ട് മോഡേണൈസ് ചെയ്യാൻ നിങ്ങൾക്ക് കാശുണ്ടല്ലോ. പക്ഷേ പാവപ്പെട്ട പെൻഷൻകാർക്ക് പെൻഷൻ കൊടുക്കാൻ കാശില്ല. പാവപ്പെട്ട സ്ത്രീകളുടെ ക്ഷേമത്തിന് നീക്കി വയ്ക്കാൻ കാശില്ല. ഇങ്ങനെ ജനങ്ങൾ പൊറുതി മുട്ടുമ്പോ റോഡിലിറങ്ങി നടക്കാനും വയ്യ, സാധനങ്ങൾ വാങ്ങാനും വയ്യ. ഈ അവസ്ഥയിലാണ് കേരളത്തിലെ ജനങ്ങളുടെ ദുരിതം എന്ന് പറയുന്നത്. ഇതൊന്നും മനസ്സിലാക്കാതെ വെറും PR ഏജൻസികളെ കൊണ്ട് കേരളം ഭരിക്കാമെന്നാണ് പിണറായി ആഗ്രഹിക്കുന്നെങ്കിൽ വലിയ ദുരന്തം നിങ്ങളെ കാത്തിരിക്കുകയാണ്. കേരളത്തിലെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ജനം നിങ്ങളെ ചൂലുകൊണ്ടടിക്കുന്ന അവസ്ഥ ഈ കേരളത്തിൽ ഉണ്ടാകും. നിങ്ങൾ എന്തൊക്കെ PR വർക്ക് നടത്തിയാലും എന്തെല്ലാം പ്രഖ്യാപനങ്ങൾ നടത്തിയാലും കേരളത്തിലെ ജനങ്ങൾ ഇനി നിങ്ങളെ വിശ്വസിക്കില്ല. ത്രിപുരയിലെയും ബംഗാളിന്റെ അവസ്ഥയിലേക്ക് കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി നീങ്ങുകയാണ്. എന്തിനധികം പറയുന്നു, ഒരു കാര്യത്തിലും വ്യക്തതയില്ലാത്ത ഭരണം, ജനങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കുന്ന ഭരണം, കേരളത്തിന്റെ ചരിത്രത്തിലില്ലാത്ത ഭരണം. ഇതിനെതിരായിട്ടുള്ള വികാരമാണ് ഇന്ന് മഹിളാ കോൺഗ്രസ് ഇവിടെ പ്രകടിപ്പിക്കുന്നത്. ഈ ചുട്ടുപഴുത്ത വെയിലത്ത് പോലും, കാരണം ഇതിനേക്കാൾ ചുട്ടുപഴുത്ത അന്തരീക്ഷമാണ് ഇന്ന് പിണറായി സർക്കാരിനെ കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. കാലവർഷം പോലും ഇവിടെ തെറ്റി പെയ്യുന്നതിന്റെ കാരണം ദുഷ്ടന്മാർ ഭരിക്കുന്നിടത്ത് കാലവർഷം പോലും തെറ്റും എന്ന് പണ്ട് പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇപ്പൊ കേരളത്തിന്റെ അവസ്ഥ. അതാണ് വെയിൽ വേണ്ട സമയത്ത് മഴയും, മഴയുടെ സമയത്ത് വെയിലും. കാരണം പ്രകൃതി പോലും പിണറായി സർക്കാരിന്റെ ഭരണത്തിൽ ക്ഷോഭിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമാണ്. അതുകൊണ്ട് ഈ വേല ചൂണ്ടുന്നത് മറ്റൊന്നുമല്ല, ഒന്നുകിൽ മര്യാദയ്ക്ക് ഭരിക്കാൻ അറിയില്ലെങ്കിൽ ക്ലിഫ് ഹൗസിന്റെ പുറത്തേക്ക് എന്നാണ്
ഈ വിരൽ ചൂണ്ടൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഈ നാട്ടിലെ അമ്മമാരും സഹോദരിമാരുമാണ് മുഖ്യമന്ത്രിക്ക് നേരെ വിരൽ ചൂണ്ടുന്നത്. ഈ സമരവുമായി മഹിളാ കോൺഗ്രസ് മുന്നോട്ട് നീങ്ങുമ്പോൾ കോൺഗ്രസിന്റെയും UDF-ന്റെയും പരിപൂർണ പിന്തുണ നിങ്ങൾക്കുണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വിരൽ ചൂണ്ടൽ സമരം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കും എന്റെ വിനീതമായിട്ടുള്ള നമസ്കാരം.